ദോസ്താണ്, നമ്മുടെ പാകിസ്ഥാൻ ദോസ്താണ്, പേര് ഷുഹൈബ്. അപ്പോൾ ആളുടെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു DBനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ. ഇതിപ്പോൾ ഞങ്ങൾ ദുബായിൽ ചെയ്തിട്ടുള്ള DBയുടെ ഒരു 3 ഫേസ് DBയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതിലൊരുപാട് വർക്കുകളുണ്ട്, അതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്കിവിടെ 2 എൻട്രിയാണ് നമ്മൾ ഈ DBയിലേക്കുള്ളത്. അപ്പോൾ ഇതൊരു 4 row DB ആണ്. ഇതിലേക്ക് 2 എൻട്രി ആയിട്ടാണ് നമ്മൾ കേബിൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ടോപ്പ് എൻട്രിയും ഒന്ന് ബോട്ടം എൻട്രിയും. ഇങ്ങനെ 2 എൻട്രി ആയിട്ട് കേബിൾ കൊടുത്തിട്ടുണ്ട്. ബോട്ടം എൻട്രി വരുന്നത് ഫ്ലോർ വയറിങ്ങിലാണ് വരുന്നത്. ഫ്ലോർ വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൽ വരുന്ന സോക്കറ്റുകൾ, അതായത് നമ്മുടെ ഒരു 45 ഹൈറ്റിൽ വരുന്ന സോക്കറ്റിൻ്റെയൊക്കെ കണക്ഷൻസ് നമ്മൾ ഫ്ലോർ പൈപ്പിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എബോ വരുന്നത് നമ്മുടെ ലൈറ്റ്, അങ്ങനെ വാട്ടർ ഹീറ്റർ, പിന്നെ FCU അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പ് എൻട്രി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിലേക്ക് മെയിനായിട്ട് വരുന്ന കണക്ഷൻസ്: ലൈറ്റ്, FCU, വാട്ടർ ഹീറ്റർ, പിന്നെ കുക്കർ, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. കിച്ചണും പിന്നെ നമ്മുടെ ലിവിങ് ഏരിയ, ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സോക്കറ്റിൻ്റെ കണക്ഷനും. അതാണ് ഈ DBയിൽ മെയിനായിട്ട് വരുന്നത്. ചെറിയൊരു DB ആണ്, ഒരു 1 BHKയുടെ ഒരു DB ആണത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ അസംബ്ലി ഇൻസ്റ്റാൾ ചെയ്യും. അസംബ്ലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ലിങ്ക് ഉണ്ടോ, എർത്ത് ലിങ്ക് ഉണ്ടോ നോക്കണം. എർത്തിങ് ലിങ്കിൽ അതിൻ്റെ മെയിൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടോ അത് നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രൽ ലിങ്കുകൾ നോക്കണം. എത്ര സെക്ഷൻ ഉണ്ടോ അത്രയും ന്യൂട്രൽ ലിങ്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാം. അതൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിന് ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇതാണ് ഈ KE DBയുടെ ഇൻകമർ. ഇതാണ് ഇൻകമിങ് കേബിൾ. ഇത് 16 സ്ക്വയർ mm കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻകമർ ഐസൊലേറ്റർ 14 ounce ലെഗ് ആൻറ്റിറ്റിയാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് 4 പോളുണ്ട്, 3 പോളുണ്ട്. ഇതിലിവിടെ 3 പോൾ ഐസൊലേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേത് 4 പോൾ ഐസൊലേറ്റർ വരും. അപ്പോൾ 3 പോൾ ഐസൊലേറ്റർ പ്ലസ് ന്യൂട്രൽ ലിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എർത്ത് ലിങ്ക് ഇവിടെ വരുന്നു. അങ്ങനെ ഈ 5 കേബിൾ നമ്മൾ മെയിൻ ഇൻകമർ അറേഞ്ച് ചെയ്യുന്നു. മെയിൻ എർത്ത് ബാർ തന്നെ നിങ്ങൾക്കറിയാം, ഒറ്റ ബാറിലായിരിക്കും ഇൻകമർ വരിക. അതിലൊരു ലിങ്ക് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റെഡ്, യെല്ലോ, ബ്ലൂ അത് നമ്മുടെ ഇൻകമറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് വന്നിട്ട് ന്യൂട്രൽ ലിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ സാധാരണ ഒരു നോർമൽ സെക്ഷനിൽ വരുമ്പോൾ എല്ലാം ഒരു 14 ആംപിയറിലായിരിക്കും അവർ ഡിസൈൻ ചെയ്യുക. ഇൻകമർ ആണെന്ന് വെച്ചാൽ 14 ആംപിയർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ELCB ആണെന്നുണ്ടെങ്കിൽ 14 ആംപിയർ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇതിൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ DB ആണ്. പിന്നെ നമ്മുടെ FCUവിന് വേണ്ടിയിട്ട് ഒരു ഫ്യൂസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈമർ കൊടുത്തിട്ടുണ്ട്, ഒരു റിലേ കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 MCB കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടൈം തോടെ അപ്പ് ആൻഡ് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് 2 FCU ആണ് ഈ ഒരു ഫ്ലാറ്റിനേക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 അറ്റ് എ ടൈം ഓൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ MCB യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 32 ആംപിയറിൻ്റെ MCB ആണ്. 2 FCUവിന് 2 32 ആംപിയറിൻ്റെ MCB ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണെന്ന് വെച്ചാൽ ഇത് 40 ആംപിയറിലാണ് റിലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. UVR 21 റിലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഇതിൽ പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമറിന് ശേഷം വന്നിട്ട് ELCBയിലേക്ക് വരും. ELCBയിൽ നിന്ന് ഓരോ MCBയിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കും. അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വയറിങ് വന്നിട്ട് ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ ഇതിൻ്റെ ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ എല്ലാ സൈഡിൽ നിന്നും അപ്പ് ആൻഡ് ഡൗൺ വന്നിരിക്കുന്ന എല്ലാ ന്യൂട്രലും എർത്തും പിടിച്ച് 1 സൈഡിലേക്ക് കൊണ്ടുവന്ന് നല്ല ഭംഗിയിൽ ലൈനായിട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഫൂട്ട് ലെഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫൂട്ട് ലെഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ കേബിളിനും ഓരോ കളർ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അല്ല ഏതാണോ അവൈലബിലിറ്റി അതിനനുസരിച്ച് സിംഗിൾ കളർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അവൈലബിലിറ്റി വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സിംഗിൾ കളറാണ് ഫൂട്ട് ലെഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഫൂട്ട് ലെഗ് എന്ന് പറയുന്നത്. എല്ലാത്തിനും ഫൂട്ട് ലെഗ് കൊടുത്തിട്ടുണ്ട്. ലെഗ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്, പിൻ ടൈപ്പ് ഉണ്ട്, ഫൂട്ട് ലെഗ് ഉണ്ട്, ആൻഡ് U ടൈപ്പ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതായത് ഫൂട്ട് ലെഗാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്.
അപ്പോൾ അതങ്ങനെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ R1 സർക്യൂട്ട്, B1 സർക്യൂട്ട്, അങ്ങനെ സർക്യൂട്ട് നമ്പറിനനുസരിച്ചിട്ട് നമ്മൾ നമ്മൾ ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നമ്പറുകൾ കൊടുക്കുക. ഇതിനാണ് ഫെറൂൾ എന്നാണ് ഇതിന് പറയുന്നത്. ഫെറൂൾ ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും റോങ് വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കമൻസ് ഇട്ടാൽ മതി. ഇതിൽ അത് റോങ് ആണെന്നുണ്ടെങ്കിൽ റോങ് കമൻസ് ഇട്ടാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫെറൂൾ വരുന്നത്. ഫെറൂൾ നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഓരോന്നിനും ഓരോ സെക്ഷനിലേക്കും പോകുന്നതിനും ഓരോ സർക്യൂട്ടിനും നമ്മൾ ഷെഡ്യൂൾ പ്രകാരം നമ്പർ കൊടുക്കും. അങ്ങനെ നമ്മൾ ലൈറ്റ് സർക്യൂട്ട് വന്നു, പവർ സർക്യൂട്ട് വന്നു, അടുത്ത പവർ വന്നു, അത് കഴിഞ്ഞിട്ട് FCU വന്നു. ആ രീതിക്കാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു MCB സെക്ഷൻ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐസൊലേറ്റർ നേരെ MCBയിലേക്ക് വരും, ELCBയിലേക്ക് വരും. ELCBയിൽ നിന്ന് സെക്ഷൻ 1 ഇവിടെയാണ് വരുന്നത്. സെക്ഷൻ 1 ലൈറ്റിലേക്ക് പോകും. അപ്പോൾ സെക്ഷൻ 1 നമ്മൾ മിക്കതും ലൈറ്റ് സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് സർക്യൂട്ടിന് നമ്മൾ C10, അതായത് എന്താ പറയുക, 10 ആംപിയറിൻ്റെ MCB ആണ് ഉപയോഗിക്കുന്നത്. പവറിന് വന്നിട്ട് നമ്മൾ C20 ആണ് ഉപയോഗിക്കുന്നത്. C20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിൻ്റെ 20 ആംപിയർ MCB ആണ് നമ്മൾ പവറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ FCU നമ്മൾ പറഞ്ഞു 32 ആംപിയർ ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത്ര 3 സെക്ഷനിലുള്ള MCB ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. 10 ആംപിയർ, 20 ആംപിയർ, 32 ആംപിയർ. പിന്നെ അതിൻ്റെ കണക്ഷൻസൊക്കെ ഇപ്പോൾ ഇത് മനസ്സിലായില്ലേ. പിന്നെ എർത്ത് വയർ ഇവിടെ വരുന്നു. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫേസ് കണ്ടോ, ഫേസ് വളരെ ഭംഗിയായിട്ട് നമ്മൾ പുറത്ത് കാണാത്ത രീതിയിൽ ഈ ന്യൂട്രൽ വയറിനെ ഹൈഡ് ചെയ്തുകൊണ്ട്, ന്യൂട്രൽ വയറിൻ്റെ ബാക്കിൽ ഹൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണക്ഷൻസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു ഫേസ് വയർ അങ്ങനെ വിസിബിൾ ആയിരിക്കില്ല. അത് നമ്മൾ ബ്ലാക്ക് വയർ വെച്ചിട്ട്, അതായത് നമ്മുടെ ന്യൂട്രൽ വയർ വെച്ചിട്ട് നമ്മളത് കവർ ചെയ്യും. അത് ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഇതാണത്. ഇപ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ എർത്ത് വയർ എടുക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വയർ എടുക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂട്രൽ എടുക്കും. ആ ഒരു രീതിക്ക് നമ്മളത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഫോൾഡിങ് വരുന്നുണ്ട്, അതുവരെ നമ്മൾ ഹൈഡാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ലൂസ് വെക്കുന്നതാണ് അത് കേബിൾ. അപ്പോൾ ഇത് നമുക്ക് ഹൈഡാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ഹൈഡാക്കിയാലും അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹൈഡാക്കാണ്ട് തന്നെ കൊടുത്തത്. അപ്പോൾ എത്ര ഹൈഡാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പിന്നെ അതിന് കേബിൾ എടുത്തിരിക്കുന്ന സ്റ്റൈൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൂടെ വളരെ നീറ്റായിട്ടാണ് നമ്മൾ കേബിൾ എടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് നമ്മൾ കേബിൾ എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ കേബിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ ഫിനിഷ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നീറ്റായിട്ട് കിട്ടാൻ പറ്റും. പിന്നെ ഈ ഒരു DVനെ കുറിച്ചിട്ട് ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഇത്രത്തോളമൊക്കെ തന്നെ ഉള്ളൂ. ഇനി നിങ്ങളുടെ എന്തെങ്കിലും കമൻസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. നമ്മളൊക്കെ അറിയുന്ന മാതിരിയല്ലേ, നമ്മൾ ഫുൾ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല, അറിയുന്ന പോലെ നമ്മളിത് ക്ലിയർ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ സ്പേസ് വരുന്നതാണ്. സ്പേസ് വരുന്നത് അവിടെ ഡമ്മി ഇട്ടിട്ട് അത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ സ്പേസാണ്. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ലോഡ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതിൽ ലോഡ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റെഡ് യെല്ലോ ബ്ലൂവിൽ ലോഡ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്പേസ് കൊടുക്കും. പിന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് കൊടുക്കും. ഇതിപ്പം മാക്സിമം ലോഡ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 ഫേസ് DV ആണ്, ചെറിയൊരു 1 BHK ആണ്. അപ്പോൾ അതിൻ്റെ ലോഡ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏത് ഫേസിലാണോ ലോഡ് കൂടുതൽ, ഏത് ഫേസിലാണോ നമ്മൾ കുറയ്ക്കേണ്ടത്, അത് അവിടെ സ്പേസ് ഇട്ടിട്ട് നമ്മൾ കുറയ്ക്കുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ നെറ്റ് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എൻക്ലോഷർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആവശ്യമില്ല, നോർമലായിട്ട് സിമെൻ്റൊക്കെ ഇട്ട് വെച്ചിട്ട് തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ടോപ്പ് എൻട്രി കൊടുക്കുമ്പോഴും ബോട്ടം എൻട്രി കൊടുക്കുമ്പോഴും PVC അഡാപ്റ്റർ എല്ലാം ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിരിക്കും. ഈ DV സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഓരോ കർവും ഒരേ ലൈനിൽ കൊടുക്കും, ഓരോ കർവും നമ്മൾ ഒരേ ലൈനിൽ കൊടുക്കും. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. മറ്റത് ഈ വലിയ കേബിൾ കാണുന്നത് 10 സ്ക്വയറിൻ്റെ 60 സ്ക്വയറിൻ്റെ വയർ കാണുന്നത് ഇത് ഓൾറെഡി ഇത് അസംബിൾ ചെയ്ത് വന്ന സാധനം തന്നെയാണ്. അത് അവരെ കമ്പനി അസംബിൾ ചെയ്ത് വിടുന്നതാണ് നമുക്ക്, നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച്. അപ്പോൾ അതിൽ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടുള്ളൂ, അത് അവർ ചെയ്യുന്നതാണ്. ഈ ഒരു ലൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലൈനാണ്. അപ്പോൾ പിന്നെ ഈ 2 സൈഡുമാണ് നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു 3 ഫേസ് DVയുടെ ഡ്രസ്സിങ് കണക്ഷൻസ്. ഇത്രയും കാര്യങ്ങളെ വരുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ആർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻബോക്സിലിടാം. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നന്നായിട്ട് വ്യൂവേഴ്സ് കൊടുക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു. اوكي بسم الله. اليوم عندنا هذا الDV اللي هو بنسميه اللي هو الطبلون بالنسبة لداخل الغرفة. هذا الطبلون يتكون من مجموعة من الحمايات
بالإضافة إلى الأسلاك اللي هي الحمايات اللي هي سيركت بريكر. عندنا السيركت بريكر الرئيسي، بعدين بيتفرع إلى عدة سيركت بريكر اللي هو هذه هي سيركت بريكر، بالإضافة إلى مجموعة من الحمايات اللي هو ال ELCB. بالنسبة للكونتاكتر عندنا ريلي، عندنا فيوز. أولا عندنا القاطع الرئيسي اللي هو بيجي عليه 16 mm سكوير mm. من البريكر الرئيسي بتخش على الحمايات في كونكشن يتصل بال LCB 1 وال LCB 2 وال LCB 3 وال LCB 4 اللي هي 4 سكشنات، اللي هي 4 أجزاء. عندنا الجزء الأول ال LCB 1 بيخش على البريكر اللي تبع اللايت. عندنا في اللايت بنستخدم 2.5 2.5 ملي بالنسبة للأسلاك بتاعت اللايت. الجزء الثاني خاص اللي هو الثاني والثالث، ده خاص بالبريكرات تبع الباور، سواء كان السوكيت او الواتر هيتر اللي هو السخان او الواشنج ماشين الغسالات. الاسلاك المستخدمه في الباور 4 mm سكوير اللي هي 4 ملي. كويس، عندنا 4 ملي في هذا الجزء. الجزء الثاني 4 ملي. عندنا الجزء الرابع والأخير هو خاص بالتكييف اللي هي ال FCU يونت. هذه الدائرة بتاعت ال FCU يونت تكون من بريكرات بالإضافة إلى حمايات. الحمايات فيها اللي هي الفيوز. بالنسبة للأوفرلود هذا هو الفيس، هذا فيوز بنستخدمه بالنسبة لحماية المكيفات أو ال FCU يونت. بعد ذلك عندنا اللي هو الأوفرلود بالنسبة للحماية من زيادة التيار أو ارتفاع في الكرنت. عندنا الكونتاكتر. بعد ذاك عندنا البريكر اللي هو متصل من هنا على المشين 6 mm مستخدمين في هذا الدائرة 6 mm اللي هي 6 ملي يستخدم للمكيفات. كويس، هذا بالنسبة. عندنا هذه الجزئية اللي هي متصلة بالأرضي اللي هي الإيرس. أوكي، عندنا النيوترال. عندنا هذا النيوترال الرئيسي، بعدين بيجي للسكشن الأول متفرع إلى سكشن 1 سكشن 2 ولا سكشن 3 وسكشن 4. 4 أجزاء، 1 2 3 4. هذا كل ما يتعلق بالدي بي داخل الغرفة. ਇਹ ਜਿਹੜੀ 16 mm ਦੀ 16 mm ਦੀਆਂ ਕੇਬਲਾਂ ਨੇ, ਸਹੀ ਹੈ। ਇਹ ਜਿਹੜੀ ਰਿਕੁਆਇਰਮੈਂਟ ਹੁੰਦੀ ਹੈ ਐਜ਼ ਪਰ ਬ੍ਰੇਕਰ ਦੇ ਐਜ਼ ਪਰ ਲੋਡ ਦੇ ਹਿਸਾਬ ਤੇ। ਓਕੇ, ਤੇ ਇਹ ਉਹ ਲੋਡ ਦੇ ਹਿਸਾਬ ਦੇ ਨਾਲ ਜਿਹੜਾ ਮੇਨ ਕਮਰੇ MCCB ਵੀ ਹੋ ਸਕਦਾ ਹੈ, MCB ਵੀ ਹੋ ਸਕਦਾ ਹੈ। ਲੋਡ ਦੇ ਹਿਸਾਬ ਤੇ ਜਿਹੜੀ ਨਾ ਰੇਂਜ ਹੁੰਦੀ ਹੈ। ਓਕੇ, ਇਹ ਜਿਹੜਾ 40 ਐਂਪੀਅਰ ਦਾ ਹੈ, ਠੀਕ ਹੈ। L 40 ਐਂਪੀਅਰ ਲਿਖਿਆ ਵੀ ਹੈ, 40 ਐਂਪੀਅਰ। ਓਕੇ, ਉਸ ਤੋਂ ਬਾਅਦ ਹੁੰਦਾ ਹੈ ਜਿਹੜਾ ELCB। ਮੇਨ ਇਨਕਮਰ 'ਚੋਂ ਡਾਇਰੈਕਟ ਜਿਹੜੀ ਕੇਬਲਾਂ ਜਾਣੀਆਂ ਨੇ ELCB 'ਚ। ਹੁਣ ਜਦੀਦ ਜਿਹੜੇ ਨੇ ਨਵੇਂ ਜਿਹੜੇ ਆ ਰਹੇ ਨੇ ਲੇਟੈਸਟ RCB ਵੀ ਆ ਰਹੇ ਨੇ, RCCB ਵੀ ਆ ਰਹੇ ਨੇ, ਠੀਕ ਹੈ। ਇਸ ਤੋਂ ਬਾਅਦ ਜਿਹੜੀ ਜਾਣੀ ਹੈ ਇਹ ਜਿਹੜਾ ਹੈ ਤੁਹਾਡਾ 40 ਐਂਪੀਅਰ ਦਾ 100 MA ਦਾ 100 ਮਿਲੀ ਐਂਪੀਅਰ ਇਹਦੀ ਰੇਟਿੰਗ ਕਰੰਟ ਹੈ। ਉਸ ਤੋਂ ਬਾਅਦ ਜਾਣਾ ਹੈ ਸਾਡੇ MCB ਵਿੱਚ। MCB ਜਿਹੜਾ ਲਾਈਟਿੰਗ ਵਾਸਤੇ ਯੂਜ਼ ਹੁੰਦਾ ਹੈ, ਜਿਹੜਾ ਲਾਈਟਿੰਗ ਵਾਸਤੇ ਅਸੀਂ ਇਸਤੇਮਾਲ ਕਰਨੇ ਆ, ਇਹ 10 ਐਂਪੀਅਰ ਦਾ ਹੈ। ਇਹ 10 ਐਂਪੀਅਰ ਲਿਖਿਆ ਵੀ ਹੈ, ਠੀਕ ਹੈ। ਲਾਈਟਿੰਗ ਵਾਸਤੇ 10 ਹੁੰਦਾ। ਉਸ ਤੋਂ ਬਾਅਦ ਪਾਵਰ ਸਾਕਟ ਵਗੈਰਾ ਵਾਸਤੇ, ਵਾਟ ਹੀਟਰ ਵਾਸਤੇ ਉਹ ਜਿਹੜਾ 20 ਹੁੰਦਾ ਯੂਜ਼। ਇਹ 20 ਲਿਖਿਆ ਹੈ, ਠੀਕ ਹੈ। ਯੈਸ। ਇਹਦੇ 'ਚ ਜਿਹੜੀਆਂ ਸਾਡੀਆਂ ਸਿੱਧੀਆਂ ਫੇਸ ਜਿਹੜੀਆਂ ਵਾਇਰਾਂ ਲੱਗ ਜਾਣਗੀਆਂ ਕਲਰ ਵਾਈਜ਼। ਓਕੇ, SR1 Y1 ਇੱਥੇ ਉਹਨੇ ਸਪੇਸ B1
ਉਸ ਤੋਂ ਬਾਅਦ R2 Y2 B2 ਇਸ ਤਰ੍ਹਾਂ ਸਾਰਿਆਂ ਨੂੰ ਲੱਗ ਜਾਣਗੇ ਤਰਤੀਬ ਵਾਈਜ਼। ਉਸ ਤੋਂ ਬਾਅਦ ਨਿਊਟਰ ਸਾਡੀਆਂ ਸਾਰੀਆਂ ਜਿਹੜੀਆਂ ਘੁੰਮ ਕੇ ਇਹਨੂੰ ਬੋਲਦੇ ਨੇ ਨਿਊਟਰਲ ਲਿੰਕ ਸੈਕਸ਼ਨ ਵਾਈਜ਼। ਜਿਸ ਤਰ੍ਹਾਂ ਇਹ ELCB ਸੈਕਸ਼ਨ 1 ਨੇ, ਠੀਕ ਹੈ, ਉਸ ਤਰ੍ਹਾਂ ਇਹਦਾ ਹੁਣ ਜਿਤਨੇ ਇਹਦੇ ਸੈਕਸ਼ਨ ਹੋ ਉਤਨੇ ਹੀ ਇਹਦੇ ਸੈਕਸ਼ਨ ਹੋਣਗੇ। ਇਹਦੇ ਵੀ ਹੁਣ 3 ਸੈਕਸ਼ਨ ਨੇ, ਇਹਦੇ ਵੀ ਇੱਥੇ ਟੋਟਲ 4 ਸੈਕਸ਼ਨ ਨੇ, 1 2 3 4 1 2 3 4। ਇਹ ਸੈਕਸ਼ਨ ਵਾਈਜ਼ ਜਿਹੜੀਆਂ ਨੇ ਨਿਊਟਰਲ ਜਿਹੜੀਆਂ ਸਾਰੀਆਂ ਘੁੰਮ ਕੇ ਲੱਗ ਜਾਣਗੀਆਂ। ਓਕੇ, ਇਸ ਤਰ੍ਹਾਂ ਇੱਕ ਜਿਹੜਾ ਹੈ ਅਰਥ ਲਿੰਕ ਵੀ ਹੋਵੇਗਾ। ਅਰਥ ਲਿੰਕ ਦੀਆਂ ਟੋਟਲ ਜਿਹੜੀਆਂ ਸਾਰੀਆਂ ਨੇ ਇੱਕੋ ਜਿਹੜੀਆਂ ਲਿੰਕ 'ਚ ਸਾਰੀਆਂ ਵਾਇਰਾਂ ਲੱਗ ਜਾਣਗੀਆਂ ਜਿਸ ਤਰ੍ਹਾਂ ਇਹ ਲੱਗੀਆਂ ਨੇ। ਮੇਨ ਅਰਥ ਜਿਹੜੀ ਹੈ ਉੱਤੇ ਲੱਗ ਜਾਏਗੀ ਲਿੰਕ ਦੇ ਨਾਲ। ਬਸ ਇਹ TB ਇੱਕ ਜਿਹੜੀ ਹੈ ਸਰਵਿਸ TB। ਇਹ ਵੀ ਉਹ ਜਿਹੜਾ ਇਹ AC ਵਾਸਤੇ ਇਹਨਾਂ ਨੇ ਇੱਕ ਥੋੜ੍ਹਾ ਜਿਹਾ ਇਹਦੇ ਵਿੱਚ ਇਜ਼ਾਫਾ ਕੀਤਾ ਹੈ। ਇਹਦੀ ਓਵਰਲੋਡ ਰਿਲੇ ਲਾਈ ਹੈ, ਇਹ ਓਵਰਲੋਡ ਰਿਲੇ ਹੈ, ਇਹ ਨਾਲ ਫਿਊਜ਼ ਲੱਗੇ ਹੈ, ਬਾਕੀ ਉਹ ਹੀ ਨੇ ਬ੍ਰੇਕਰ ਹੀ ਨੇ। स्टार्ट की है ब्रेकर दसना है, कोई ए सब चीज़ा की ने ते ये क्या है ये क्या ये किस लिए बस है पंजाबी में दसना है, पंजाबी च दसना ब्रेकर है लाइट का ओके 10 mm का।